ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൈയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ സവാള എണ്ണയിലിട്ട് വഴറ്റി എടുക്കുകയല്ല ചെയ്യുക. നമ്മൾ എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 4 വലിയ ഉള്ളി നല്ല കനം കുറഞ്ഞ് നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഓയിൽ കുറച്ച് അധികം വേണം കേട്ടോ. നമ്മളൊരു പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സവാള നമുക്ക് നല്ല പെർഫെക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് അതിൽ 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതക്കിയതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതക്കിയതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു 4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിലോട്ട് ചേർക്കാം. ഇനിയാണ് നമ്മളിതിൽ ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അധികം മസാല ഒന്നുമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം തന്നെ ഈ മസാലേൻ്റെ കളറും ഒന്ന് ചേഞ്ച് ആയി കിട്ടും. അങ്ങനെ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 3 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ചിക്കൻ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മസാലക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇപ്പം ചേർത്താൽ മതി. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തടിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നമുക്ക് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്ട് നമ്മുടെ ചിക്കനിന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ചിക്കൻ ഒരു ഹാഫ് ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് ഇതുപോലെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്ത് സവാളയും കൂടെ നമ്മുടെ ചിക്കനിലോട്ട് ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയും ചിക്കനും ക്രഷ് ചെയ്ത സവാളയും എല്ലാം കൂടെ മിക്സായിട്ട് നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് വരുന്ന കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ചിക്കനെ ഒന്ന് വേകാൻ വെക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് ഗ്രേവി ഇരിപ്പുണ്ട്. നമുക്ക് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിനൊന്നുകൂടെ നമ്മൾ വറ്റിച്ചെടുക്കണം. അതിൻ്റെ മുന്നേ ഇമ്പോർട്ടൻ്റ് ആയ 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ക്രഷ് ചെയ്തതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇത് രണ്ടുമാണ് ഇതിന് നല്ല അടിപൊളി ഫ്ലേവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യാനേ പാടില്ല. ഇതും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരിഞ്ജീരകവും കുരുമുളകും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ചുക്കയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല അടിപൊളി സ്മെല്ല് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നല്ല ഗ്രേവിയൊക്കെ വറ്റി നല്ല അടിപൊളി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ചപ്പാത്തി ആയിക്കോട്ടെ, പൊറോട്ട ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, എന്താണെങ്കിലും നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ഈവൻ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഇതുവരെ ചിക്കൻ ചുക്ക ഉണ്ടാക്കി നോക്കാത്ത ആളാണെങ്കിലും ഈവൻ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ആളാണെങ്കിലും ഈ ഒരു രീതി, ഈ ഒരു റെസിപ്പി നിങ്ങൾ മിസ് ചെയ്യരുത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഉറപ്പാണ് ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയ ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ ചുക്ക കിട്ടുന്ന റെസിപ്പി. ആൻഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം അത് എന്താണെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു so much for watching our videos. Keep supporting us. This is Subi signing off from Bytz. Bye bye.